ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചായക്കട സ്റ്റൈൽ പക്കവട ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മുടെ റെസിപ്പി ഇന്നതാ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ നോക്കാം, ആസ് യൂഷ്വൽ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതേപോലെ സ്പൈസസ് ആയിട്ട് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഉപ്പ്. പിന്നെ നമുക്ക് ഇതിന്റെ മാവിനായിട്ട് വേണ്ടത് മെയിൻലി വേണ്ടത് നമ്മുടെ കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കാം, പക്ഷെ അതിനൊരു ക്രിസ്പിനെസ്സും കൂടെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടി, അതേപോലെ അത്ര തന്നെ വേണ്ട, ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട്. അത് കോൺഫ്ലോർ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ കുറച്ച് എടുത്തോന്നേ ഉള്ളൂ, ഒന്നും കൂടെ ഒരു ക്രിസ്പിനെസ് വന്നോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ചോപ്പ് ചെയ്യാത്ത കറിവേപ്പിലയും അതേപോലെ വറ്റൽമുളകും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഒന്നിലും ഉണ്ടാക്കിയാൽ ഇത് നമ്മുടെ നാടൻ പലഹാരം അല്ലേ, കിട്ടില്ല. അപ്പോ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് പെട്ടെന്ന് നോക്കാം. സോറി കേട്ടോ, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മറന്നു പോകുന്നുണ്ട്. ഞാൻ റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ലതായിരുന്നു കംപ്ലൈന്റ് എന്ന് പറഞ്ഞ പോലെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ആക്ച്വലി നമ്മളിപ്പോൾ എടുത്തു വെച്ചതാ കറിവേപ്പിലയും വറ്റൽമുളകും അല്ലാത്ത ബാക്കി എല്ലാം കൂടെ ഒരു ബൗളിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതാണ് ഇപ്പൊ ഈ കാണുന്നത്. എന്താ ചെയ്യാ എന്റെ ഒരു കാര്യം. എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഇത്ര ഉള്ളി വേണ്ട വെച്ചാ ഇത്ര ഉള്ളി ഇടണമെന്നില്ല, എനിക്ക് പിന്നെ കുറച്ച് ഉള്ളി ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. എന്തായാലും വല്ലാണ്ട് ലൂസ് ആവരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പൊ മിക്സ് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്തായാലും അപ്പൊ അത് ഇതിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ അതിനായിട്ടൊരു ചീഞ്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വെള്ളം ഒന്ന് വറ്റട്ടെ. വറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ലോണം ചൂടായി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് അത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറേ നേരത്തെ നമുക്ക് മറ്റേതൊക്കെ എന്താ കണ്ണാപ്പയോ അതെടുത്താൽ മതി. കണ്ണാപ്പ അതല്ല അല്ലേ, എന്തായാലും കോരുന്ന സാധനം അത് വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കാം. പിന്നെ വേവാനൊന്നും അങ്ങനെ ഇല്ല, കുട്ടിയായിട്ടല്ലേ ഇടണേ, അപ്പൊ പെട്ടെന്ന് വെന്തോളും. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം, അതായത് മാവ് ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ടേ തിളക്കാവേ. മറ്റെന്താ വെച്ചാൽ ഈ ചീഞ്ചട്ടീൻ്റെ അടിയിൽ അതങ്ങ് പറ്റിപ്പിടിക്കും ഒരു ലെയർ. അപ്പോൾ അതങ്ങനെ ഒന്ന് ആക്കി നോക്കിയിട്ട് അത് ഇളകാനുള്ള ടൈം എടുത്തതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം ഇളകി വരുന്നുണ്ടോ എന്ന്. ഒരു കഷ്ടി 1 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ലാസ്റ്റ് ബാച്ചും കൂടെ കോരി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും ഇത് വറ്റൽമുളക് ഞാൻ 2ആയിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ലേശം ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ടിട്ട്
എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം അതും കൂടെ നമുക്ക് എടുത്ത് കോരിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ടെടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ചായക്കട സ്റ്റൈൽ പക്കവട റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കുമ്പോൾ തീർന്നു പോകണം അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. നമുക്കത് വറുക്കുമ്പോൾ അതിൻ്റെ വേവാവേണ്ട എത്ര ടൈം എടുക്കുക അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേവാവും ചെയ്യും. കുറച്ച് ഇട്ടുകൊണ്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസുമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ, എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.